രാഹുലിൻ്റെ ഈ പോസ്റ്റ് കണ്ടാണ് വീണയുടെ പിടലി ഉളുക്കിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ പിടലി ഉളുക്കിയതിന് പല തിയറികളും അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്നുണ്ട്. സഖാവ് അപ്പം ഗോവിന്ദൻ്റെ അഭിപ്രായത്തിൽ യുവാക്കളായ 2 KSU പ്രവർത്തകരുടെ ശക്തമായ മുദ്രാവാക്യം വിളി കേട്ടിട്ടാണത്രേ പിടലി വെട്ടിയത് എന്നാണ്. മാത്രമല്ല തന്നെ ആരോ കൊല്ലാൻ വരുന്നതായും വീണയ്ക്ക് തോന്നിയത്രേ. മണ്ഡലത്തിൽ ഉള്ളവർ പറയണത് വീണയുടെ പിടലിക്ക് പണി കിട്ടിയത് ഇന്നലെ കണ്ണൂരിൽ വെച്ച് ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് 2 പ്രാവശ്യം പിടലിക്കിട്ട് പണി കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയം വീണയുടെ കാറിൽ ഒരു ഇന്നോവ വന്നിടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ പിടലിക്ക് പരിക്കേൽക്കുകയും വീണ കഴുത്തിൽ കോളറിട്ടുകൊണ്ട് നടക്കുന്നതുമൊക്കെ നാം കണ്ടതാണ്. രണ്ടാമത്തെ പിടലി ഉളുക്ക് എന്ന് പറയുന്നത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ചൂരൽമലയിലേക്ക് പോകുമ്പോൾ മഞ്ചേരിയിൽ വെച്ച് വാഹനാപകടമുണ്ടായി പിടലിക്ക് ഉളുക്ക് വീണു, വീണ്ടും കോളറിട്ടു. ചുരുക്കം പറഞ്ഞാൽ ശക്തമായ മുദ്രാവാക്യം കേട്ടാൽ പോലും പിടലിയുടെ കൊഴുതെറ്റിപ്പോകുന്ന അതിലോല അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിൻ്റെ പിടലി. ജഡ്ജസ് നോട്ട് ദ പോയിന്റ്. ഇനി അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും വീണ ജോർജിൻ്റെ പൊളിറ്റിക്കൽ ഹെൽത്തിനെ കുറിച്ചും സ്വല്പം മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങളുടെ ആ കിടപ്പ് നമുക്ക് മനസ്സിലാകും. യാതൊരു ഇടതുപക്ഷ പാരമ്പര്യവും ഇല്ലെങ്കിലും വീണ ജോർജിന് മത്സരിക്കുവാൻ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് കിട്ടുവാൻ കാരണം ഓർത്തഡോക്സ് സഭയുടെ കാലമെത്താതെ കാലം കൊണ്ടുപോയ പൗലോസ്തിയൻ കാതോലിക്ക ബാബയുടെ ആ ശ്രമം കൊണ്ടാണ് എന്ന് എത്ര പേർക്കറിയാം? ഓർത്തഡോക്സുകാർക്കറിയാം. യഥാർത്ഥത്തിൽ അന്ന് ബാബ ശ്രമിച്ചത് മുൻ അൽമായ സെക്രട്ടറി കൂടിയായിരുന്ന വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫിന് ഒരു സീറ്റ് തരപ്പെടുത്തുവാനായിരുന്നു. എന്നാൽ ജോർജ് ജോസഫ് ഒരു കുഴിപ്പുളവനാണെന്നും പകരം ഭാര്യയായിരിക്കും തങ്ങൾക്ക് അഭിമുഖാമ്യം എന്ന് കണ്ടാണ് വീണയ്ക്ക് അന്നർക്ക് വീണത്. ഭാഗ്യം ഏതൊക്കെ രൂപത്തിൽ എതിലേക്കൂടൊക്കെ കയറി വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അന്ന് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരത്തിൽ വീണയും കരകയറി. ഓർത്തഡോക്സ് സഭയുടെ റെക്കമെൻഡേഷൻ വഴി മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറിയതുകൊണ്ട് വീണയ്ക്ക് മണ്ഡലത്തിലെ ചോട്ടാ സഹാക്കന്മാരോടോ ചോട്ടാ നേതാക്കന്മാരോടോ ഒന്നും യാതൊരു പ്രതിപത്തിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല എന്ന പരാതിയായിരുന്നു പത്തനംതിട്ടയിലെ സഹാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. പിണറായിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഒരു മരപ്പാവയായിരുന്നു. കാരണം തീവെട്ടിക്കൊള്ളം നടത്തുവാൻ പറ്റാവുന്ന ഏറ്റവും നല്ല വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അവിടെ ഒരു കളിപ്പാവയെ പിടിച്ചിരുത്തി തൻ്റെ വിശ്വസ്തനെ ദൈനംദിന ഭരണച്ചുമതല ഏൽപ്പിച്ച് അടിപടലം വെട്ടുക, അതാണ് ഇപ്പോഴും നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ പണി എന്ന് പറയുന്നത് നന്നായി ഉടുത്തൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് വന്ന് നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, വല്ല ഉദ്ഘാടനമുണ്ടെങ്കിൽ പോയി ഉദ്ഘാടിക്കുക. ചുരുക്കത്തിൽ ആരോഗ്യരംഗം നാഥനില്ല കളരി പോലെയായി. കഴിഞ്ഞ 10 കൊല്ലം ഈ കേരളത്തിൽ എത്ര പേർ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ട് മരണമടഞ്ഞു? നൂറുകണക്കിന് ശസ്ത്രക്രിയാ പിഴവുകൾ. ആരോഗ്യമേഖലയിലെ സ്വകാര്യ ആശുപത്രികൾ തീവെട്ടിക്കൊള്ളം നടത്തുന്നു. ആശുപത്രികൾ ഇടിഞ്ഞു വീണ് രോഗികൾ മരിക്കുന്നു. രോഗികൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. എന്തിന്? ഇന്ന് വീണ ജോർജിൻ്റെ ജില്ലയായ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗിയുടെ തലയിൽ ചക്ക വീണ് പരിക്കേറ്റു എന്നൊരു വാർത്ത അല്പസമയം മുമ്പ് കാണുവാനിടയായി. കാലിന് പകരം കൈ സർജറി ചെയ്യുക, വയറ്റിൽ കത്രിക വെച്ച് മറക്കുക. കാലിന് പകരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന സനൂപ് എന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. ആരോഗ്യ കേരളം നമ്പർ 1 കേരളം. പമ്പയാറ്റിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ തള്ളിവിടുന്ന KM ചെറിയാൻ ആശുപത്രിയുടെ സംരക്ഷക വീണ ജോർജാണ് പോലും. വീണയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരു കാര്യവുമില്ല. പ്രസവത്തിന് വീണ ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ ജലദോഷപ്പനി വന്നപ്പോഴും വീണ ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും. അതല്ലാതെ ആരോഗ്യ മേഖലയുമായിട്ട് യാതൊരു പരിചയവുമില്ലാത്ത ആ പാവത്തിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് തകർന്നടിഞ്ഞ് അന്തിശ്വാസം വലിക്കുന്ന സമയത്താണ് വീണ ജോർജിന് പിടിവള്ളിയായി 2 KSU പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അവതരിച്ചത്. ആ പാവപ്പെട്ടവന്മാർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല തങ്ങളുടെ ആ മുദ്രാവാക്യം വിളി കൊണ്ട് വീണയ്ക്ക് ഇതുപോലൊരു സൗഭാഗ്യം നേടാൻ പറ്റുമെന്ന്. ഇതുപോലൊരു കഴിവുകെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും സാധ്യതയില്ല. പിണറായി വിജയൻ വെറും ഒരു ഷോ പീസായി പിടിച്ചിരുത്തിയിരിക്കുന്ന ഇവർക്ക് വകുപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ചുക്കുഞ്ഞുണ്ടാകുമ്പം അറിയില്ല. ബാക്ക് എൻഡിൽ വേറെ ആമ്പിള്ളാരാണ് ഇരുന്ന് ഭരണം നിയന്ത്രിക്കുന്നത്. ഡീലുകൾ ജോർജ് ജോസഫും. വേഷം കെട്ടി മേക്കപ്പ് ഇട്ട് മാധ്യമങ്ങളെ കാണുക, വല്ല ഉദ്ഘാടനവും ഉണ്ടെങ്കിൽ പോവുക എന്നത് മാത്രമാണ് ഇവരുടെ പരിപാടി. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇറങ്ങിയാൽ സ്വന്തം മണ്ഡലത്തിലെ CPM-കാർ തന്നെ ഇവരെ അറിഞ്ഞു തോൽപ്പിക്കും എന്ന് മനസ്സിലാക്കി
മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ 2 KSU പ്രവർത്തകർ വീണ്ടും മത്സരിക്കുവാനുള്ള സാധ്യതയുടെ ആ കച്ചിത്തുരുമ്പുമായി ഓടി വന്നത്. ഇനി വീണിടം വിഷ്ണുലോകമാക്കിയ വീണയുടെ ഇന്നലത്തെ ആ നാടകം നമുക്കൊന്ന് കാണാം. ആ 2 ചെറുപ്പക്കാർ വീണ വരുന്നത് നോക്കി നിന്ന് ചാടി വീണ് മുദ്രാവാക്യം വിളിക്കുന്നതും അവിടെ കൂടി നിന്ന പോലീസുകാർ അവരെ തള്ളി മാറ്റുന്നതും വ്യക്തമായി കാണാം. അവർ വീണയെ ആക്രമിച്ചിട്ടില്ല, അവർക്ക് അപ്രകാരം ഒരു ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കരിങ്കുടി കാണിക്കുക, ഒരു ഓളമുണ്ടാക്കുക എന്നത് മാത്രമാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്രകാരം ഒരു ദൃശ്യം ആർക്കും കാണിക്കുവാൻ സാധ്യമല്ല. അവന്മാർ വരാൻ പറഞ്ഞു. നിങ്ങൾ ഉള്ളപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ അവന്മാരുണ്ടെന്ന്. അത് നിങ്ങളോട് പറഞ്ഞ് ഷോ ആണല്ലോ അവർ നടത്തുന്നത്. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ദയവായിട്ടൊന്ന് പോകാൻ വേണ്ടി പിടലിക്ക് ഗുരുതര പരിക്കേറ്റ വീണ ഉടനെ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ കപ്പിത്താനെ ആയിരിക്കും. കപ്പിത്താനെ കപ്പൽ മുങ്ങാതിരിക്കാനുള്ള ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണെന്നും പറഞ്ഞ് വീണ പിന്നെ പണി തുടങ്ങി. എന്ത് നാടകം! KPSC ലളിത പോലും ഇതുപോലെ തന്മയത്വത്തോടെ അഭിനയിച്ചിട്ടുണ്ടാവില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്താനക്കാനൊരു അത് 2 വിഭാഗക്കാരും വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരി ശരി, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. മുദ്രാവാക്യം കേട്ട് ഒരാളുടെ പിടലി ഉളുക്കുന്നത് ലോകചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും. എന്തായാലും വീണ ജോർജ് തകർത്തഭിനയിച്ചു. അപ്പംഗോവിന്ദൻ്റെ ആ പ്രസ്താവന കേട്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട നാട്ടുകാർ ചിരിച്ച് ചത്തു. റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലോ മാധ്യമങ്ങളുടെ വിഷ്വലുകൾ പരിശോധിച്ചതിലോ ഒന്നിലും വീണയുടെ ദേഹത്ത് ഇവർ സ്പർശിക്കുന്നതായി പോലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. വീണ് കിട്ടിയ അവസരം വീണ നന്നായി ഉപയോഗിച്ചെന്ന് വ്യക്തം. പൊതുജനങ്ങളുടെ മുന്നിൽ വീണ ജോർജ് സ്വയം അപഹാസ്യയായി എങ്കിലും വീണയെ വെറുത്തിരുന്ന അന്തംകമ്പികളുടെ തറവാട്ടിൽ ഒരു സഹതാപതരംഗം ഉണ്ടാക്കുവാൻ ഈ സംഭവത്തിന് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വീണയുടെ പൊളിഞ്ഞ നാടകം കാണുവാൻ പാഞ്ഞ അന്തംകമ്പി വിജയനും വീണ ജോർജുമൊക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ട് എത്ര പേർക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു? എത്ര പേർ ജീവശവങ്ങളായി കഴിയുന്നു? ICUവിൽ വരെ രോഗികൾക്ക് പീഡനമേറ്റു. അവൻ ഇന്നും എംപ്ലോയിയായി തുടരുന്നു. അതുപോലെ പിണറായി വിജയൻ്റെ വെറുതെ തിന്നു തൂറുവാൻ നടത്തിയ ആ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കളുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചപ്പോഴും റോഡ് സൈഡിൽ നിന്ന യുവാക്കളെ വിജയൻ്റെ പേപിടിച്ച കൺമാന്മാർ തല്ലിച്ചതച്ചപ്പോഴും ഒന്നും ഇവർക്ക് ആർക്കും നൊന്തിരുന്നില്ല. ഇപ്പോൾ എന്തൊരു വേദനയാണ്!
ആ മറന്ന കാഴ്ചകൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. കേരളത്തിൽ ഷണ്ടന്മാരായ പ്രതിപക്ഷം ഉള്ളതുകൊണ്ട് മാത്രമല്ലേ ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് കേരള ജനത രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഉശിരുള്ള യുവ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നത്. രാഹുലിന് പകരം പ്രതിഷ്ഠിച്ച അപ്പാവിച്ചക്കൻ ഇന്നലെ രാഹുൽ ഇട്ട പോസ്റ്റിലെ ഏതോ ഭാഗങ്ങളൊക്കെ വിളിച്ച് പുലമ്പിയെങ്കിലും ഇന്നലെ ഏറ്റവും അധികം കൂടുതൽ ആളുകൾ കണ്ടത്, ചർച്ച ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ 3 പോസ്റ്റുകളാണ്. എത്ര ഷാർപ്പായിയാണ്, എത്ര സരസമായാണ് രാഹുൽ കപ്പിത്താന്റെയും വീണയുടെയും തൊലിയുരിഞ്ഞത് എന്ന് കാണുക. യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ കുറിക്ക് കൊള്ളുന്ന ഈ പോസ്റ്റുകൾ കണ്ടിട്ടാണ് വീണ ജോർജിൻ്റെ പിടലി ഉളുക്കിയത് രാഹുലിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്. ഇതാണ് ഇന്ന് നടന്ന സമരത്തിൻ്റെ കൃത്യമായ ദൃശ്യം. ഇതിലെങ്ങനെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരിക്ക് പറ്റിയത് എന്ന് പോലീസും ആ പരിക്കിൻ്റെ ഗൗരവം ആരോഗ്യവകുപ്പും അന്വേഷിക്കണം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണയ്ക്ക് കയ്യിലെ ഈ കുഞ്ഞു മുറിവിൽ ഇത്ര വേദനിച്ചു എങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ പിഴവിനാൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9.5 വയസ്സുകാരി വിനോദിനിക്ക് എത്ര വേദനിച്ച് കാണും. മലയാള സിനിമയ്ക്ക് ഒരു മഹാനടനെ സംഭാവന ചെയ്ത ജില്ലയാണ് ഞങ്ങളുടെ പത്തനംതിട്ട. നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഇന്ന് അതേ പത്തനംതിട്ട മലയാളത്തിന് ഒരു മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു, വീണേച്ചി. പത്തനംതിട്ട മൗണ്ട് ബദനി സ്കൂളിലെ മോണോ ആക്ട് വേദിയിൽ തുടങ്ങിയ അഭിനയ സബരിയ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നു. ആടിയുലഞ്ഞ കപ്പലിലെ അഭിനയമൊക്കെ കണ്ട് മലയാളികൾ മൂക്കിൽ വിരൽ വെച്ചിട്ടുണ്ട് മുമ്പ്. ഇന്ന് തന്നെ നോക്കൂ, കേസുകാർ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ വീണേച്ചിയുടെ പിടലി അങ്ങ് ഉളുക്കി കളഞ്ഞു. സാക്ഷാൽ ഉർവശിക്ക് പറ്റുമോ പിടലി കൊണ്ടുള്ള ഈ ആക്ടിങ്? അതിലുമുപരി ഇന്ന് കേസുകാർ കരിങ്കൊടി കാണിക്കും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് 4 ദിവസം മുമ്പ് കൈക്ക് വട്ടച്ചൊറിയുടെ വലിപ്പത്തിൽ മുറിവ് വരുത്തുന്ന ആ സ്കിൽ, അത് ആരോഗ്യ കേരളത്തിന് അല്ല, ലോകാരോഗ്യ മേഖലയ്ക്കും ലോക സിനിമയ്ക്കും തന്നെ വിസ്മയമാണ്. ഈ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവുമായി വരുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ICU സജ്ജമാക്കുന്ന കേരള ആരോഗ്യവകുപ്പ് മലയാളിക്കാകെ അഭിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വരെ രോഗികൾ വിളിക്കും. ഇനിയും മന്ത്രിയെ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ചു പിടലി ഉളുക്കിച്ച KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത ശ്രീ വിജയന്റെ പോലീസ് മറ്റൊരു വിസ്മയം ആവുകയാണ്. ലാലേട്ടന്റെ വിരലുകളും കൺപീരികളും വരെയാണ് അഭിനയിക്കുന്നത് എങ്കിൽ വീണേച്ചിയുടെ പിടലിയും കയ്യിലെ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവും വരെ അഭിനയിക്കും. അതിലെല്ലാം വലിയ മറ്റൊരു തമാശയുണ്ട്. ആരോഗ്യവകുപ്പ് വളരെ അടിയന്തരമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് വായിക്കട്ടെ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കണ്ണൂർ ബഹു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ 25/2/2026 സമയം 8 PM. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ ടീം ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ പരിശോധിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നതിനു വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘം ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനകൾ വേണമെന്ന് നിർദ്ദേശിച്ചു സൂപ്രണ്ടൻ ജില്ലാ ആശുപത്രി കണ്ണൂർ. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, അതും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രി കൊടുക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇത്ര അൺപ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താവും? ആരോഗ്യവകുപ്പ് മനസ്സിലാക്കേണ്ടുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാത്രം പിടലി ഉളുക്കല്ല, സർക്കാരിൻ്റെ പിടലി ഉളുക്കാണ്. ആ മര്യാദ കാണിക്കണം. മെഡിക്കൽ കോളേജ് കൊടുക്കുവാൻ പോകുന്ന MRI എങ്കിലും മെനയായാൽ മതിയായിരുന്നു. പ്രിയമുള്ളവരെ കാണുക, 2 പാവം ചെറുപ്പക്കാരെയാണ് കൊലയ്ക്ക് കൊടുക്കാനായി ഇവന്മാർ അയച്ചത്. ആ പോലീസുകാരുടെ അടിയിൽ ഇവർക്ക് വല്ല അപകടവും സംഭവിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിലെ ഒരൊറ്റയൊരെണ്ണം അവരെ തിരിഞ്ഞു നോക്കുമായിരുന്നു. അന്ന് ചെടിച്ചട്ടിക്ക് തലക്കടി കൊണ്ട ചെറുപ്പക്കാർ ചികിത്സിക്കാൻ പോലും മാർഗമില്ലാതെ ഇന്ന് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിലെല്ലാം രസം ഇത് കണ്ട VD സതീശൻ്റെ ആ പ്രസ്താവനയാണ്. അത് നിങ്ങളൊന്ന് കണ്ടാട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് കേസുകാരുടെ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. ചെറുപ്പക്കാർക്കെതിരെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഇവനാണ് നാറിയ നിലപാടുകളുടെ
രായകുമാരൻ, നെട്ടൂർ കേക്കച്ചൻ, ആ അടികൊള്ളാൻ പോയ ചെറുപ്പക്കാരെ പറഞ്ഞാൽ മതിയല്ലോ. കേക്കച്ചൻ ഇങ്ങനെ പറയുവാൻ കാരണം കേക്കച്ചൻ്റെ തേങ്കണി യാത്ര ഇന്നലെ ഈ വിഷയത്തിൽ മുങ്ങിപ്പോയി. അതുകൊണ്ടാണ് അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വീണ ജോർജ് ഇനി ഒരിക്കൽ കൂടി നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല, സഹാക്കൾ തന്നെ അറിഞ്ഞു തോൽപ്പിക്കും, ഉറപ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.